ജോലിയില്ലാത്തവരെ, ഇന്നത്തെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം അതല്ലേ, ജോലിയില്ല. കോൺട്രാക്ടർമാർ വരെ വർക്ക് കിട്ടാതെ ഓരോ ലോബികളൊക്കെ വന്നിട്ട് സംസ്ഥാനത്തിന് വർക്ക് അടിച്ചു മാറ്റിയിട്ട് പഴയ കോൺട്രാക്ടർമാരും അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരൊക്കെ വഴിയാധാരമായി ബാങ്കിൽ പലിശ കൂടി ജപ്തിയായി. എന്തുമാത്രം, അതായത് ഭരണകൂടം തന്നെ ഉണ്ടാക്കുന്ന ഇതിലുള്ള തൊഴിൽ ദാരിദ്ര്യം മൂലം ഉണ്ടാകുന്ന എന്തുമാത്രം കഷ്ടപ്പാടുകളാണ് നമ്മൾ സമൂഹം അനുഭവിക്കുന്നത്. ആ മേഖലയിലെല്ലാം ദൈവത്തിന്റെ ഇടപെടലുണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. ജോലിയില്ലാത്തവരുടെ കൂടെ തന്നെ പരീക്ഷ എഴുതി നിൽക്കുന്നവരെ, റാങ്ക് ലിസ്റ്റിലുള്ളവർ, വിളിക്കപ്പെടാത്തവർ, റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകാൻ പോകുന്നവർ, അവരുടെ വയസ്സ് കവിയാൻ പോകുന്നവർ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കടകൾ പൂട്ടിപ്പോയവർ, കടകൾ വാടകയ്ക്ക് കൊടുത്തിട്ട് പോലും വാടക കിട്ടാത്തവർ, കട ഒഴിയാത്തവർ, കേസായിപ്പോയവർ, സ്ഥലങ്ങൾ കേസിലായിപ്പോയവർ, വിൽക്കാൻ പറ്റണില്ല, കേസ് തീരണയില്ല, അങ്ങനെ അകപ്പെട്ടു പോയവർ, വിവാഹം ഒത്തുവരാത്തൊരു വിവാഹം നടക്കാത്തൊരു നടന്ന വിവാഹത്തിൽ കുരുക്കിൽ വീണ് പോയവർ, എല്ലാവരും കണ്ണീരോടെ ആൽത്താറയിൽ അമ്മയോട് ചേർന്ന് ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ. എല്ലാ മക്കളുടെ കണ്ണുനീരൊന്ന് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെ കണ്ണുനീരൊന്ന് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മധ്യസ്ഥം വഹിക്കണമേ. ദൈവത്തെ മഹത്വപ്പെടുത്താൻ അമ്മ മധ്യസ്ഥയാകണമേ. ദൈവമഹത്വത്തിൻ്റെ മധ്യസ്ഥയെ കർത്താവേ, എല്ലാ മക്കൾക്ക് അടയാളം ലഭിച്ചുകൊണ്ട് സാക്ഷ്യമായിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അമ്മ അടയാളമാകണമേ. അമ്മ മഹത്വത്തിന് മധ്യസ്ഥയാകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. ഗിഫ്റ്റ് നടപടിയിൽ ഇരിക്കുന്ന മക്കളെ, ഒരു പൊമിഴിയും കാണാതിരിക്കുന്ന മക്കളെ, പണം കൊടുത്തിട്ട് പണം കുടുങ്ങിപ്പോയവർ, അന്യൻ്റെ കൈകളിൽ അകപ്പെട്ടിരിക്കണം, അന്യാധീനപ്പെട്ടു പോയ പണം, അതുകൊണ്ട് ജീവിക്കാൻ മാർഗമില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് മാർഗമെന്നറിയാതെ അന്താളിച്ച് ജീവിക്കുന്നവർ, വിദേശ രാജ്യങ്ങളിൽ ജയിലിലായിപ്പോയവർ, പല കേസുകളിലും കള്ളക്കേസ് അകപ്പെട്ട് ജീവിതം കുരുങ്ങിപ്പോയവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, എത്ര മരുന്ന് കഴിച്ചിട്ടും ചികിത്സിച്ച് ശരീരത്തിനേക്കാത്തവർ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വിശുദ്ധമായ ശക്തി അതിലേക്ക് ആവശ്യിക്കട്ടെ. ദൈവമേ, നീ മറിയത്തിൻ്റെ മധ്യസ്ഥതയാൽ ഈശോ മഹത്വപ്പെട്ട പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷം അമ്മയുടെ മധ്യസ്ഥതയാൽ ഈശോ മഹത്വപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങൾ വഴി അടയാളങ്ങളിലൂടെ പ്രാർത്ഥിക്കുന്നു. നാഥാവരേണമേ, സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. ഭവനരഹിതര്, വഴിയില്ലാത്തവര്, വഴി തടസ്സമുള്ളവര്, വിദേശ ജോലിക്ക് വേണ്ടി ഒരുങ്ങുന്നവര്, വിദേശത്ത് പോയിട്ട് വേണ്ടത്ര
ജോലി കിട്ടാതെ വിസിറ്റ് മിസ്സായി പോയിട്ട് ഡേറ്റ് തീരാൻ പോകുന്നവർ, അവിടെയുള്ള ചെലവിന് മാത്രം ജോലി ഉണ്ടാകുകയും കടം പരിഹരിക്കാൻ പറ്റാതെ ചെറിയ ജോലിയിൽ കുരുങ്ങിപ്പോയിരിക്കുന്നവർ, എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇനി എന്തെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക മൗനമായി. 2 കൊരിന്ത്യർ 1:20 വായിച്ചോളൂ. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും പറഞ്ഞേ, ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. അതായത് സകല വാഗ്ദാനം, ഒരു മനുഷ്യൻ്റെ മെയിൻ ഫിസിക്കാലിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി, അവൻ്റെ ആത്മീയതയും അവൻ്റെ ഭൗതികതയും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ദൈവം കൊടുക്കുന്ന ഇൻസെൻറ്റീവാണ് വാഗ്ദാനങ്ങൾ. ഇൻസെൻറ്റീവ് അല്ല, അതൊരു പാക്കേജാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഇന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെ ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പോൾ എന്താ, നിനക്ക് ജോലി പഠിക്കണത് എന്തിനാണ്? നിനക്ക് ജോലി കിട്ടണത് എന്തിനാണ്? പണം കിട്ടണത് എന്തിനാണ്? വീട് വെക്കണത് എന്തിനാണ്? നീ സുരക്ഷിതമായിട്ട് അവിടെ താമസിക്കാൻ. അപ്പോൾ ഇങ്ങനെ എല്ലാം ഈ ബേസിക് നീഡ്സ് എല്ലാം സകല വാഗ്ദാനങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്. ബേസിക് നീഡ്സ് എല്ലാം മനുഷ്യൻ്റെ. ഇപ്പോൾ ചില പറയില്ലേ, സമ്പത്തിൻ്റെ സുവിശേഷമാണ്, അത് സുവിശേഷമല്ല, കുരിശിൻ്റെ സുവിശേഷമാണ്, കുരിശ് സുവിശേഷം എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർക്ക് പറയത്തില്ലേ. പക്ഷെ ഇതെല്ലാം കൂടിയതാണ് സുവിശേഷം. സകല മനുഷ്യരെ ഉദ്ദേശിക്കുമ്പോൾ ആത്യന്തികമായിട്ട് ആത്മരക്ഷയാണെന്നുണ്ടെങ്കിലും അനുദിന ജീവിതത്തിൻ്റെ എല്ലാ മനുഷ്യൻ്റെ അവസ്ഥകളെയും സുവിശേഷം അഡ്രസ്സ് ചെയ്യുന്ന കൊണ്ടാണ് യേശു എക്കാലവും എല്ലാവർക്കും രക്ഷകനായി ഏത് ദിവസവും അനുഭവവേദ്യമാകണത്. കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. വിശ്വാസം വഴി വാഗ്ദാനങ്ങൾ പ്രാപിക്കുന്ന ജീവന്റെ തിരുഭോജ്യമേ ആരാധന പാടും മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ആഖയാൽ രക്ഷ നിന്റെ അധരത്തിലുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ മഹത്വം. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അല്ല, ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് എന്തുമാത്രം ഇപ്പം ആസ്വാദിക്കും, അതുപോലെ പൊന്നിക്കും. എത്ര സിമ്പിളാണ്. അവൾ ഉടമ്പടിയുടെ അകത്തൊരു ഉടമ്പടി ചെയ്യുകയാണ്. എന്താണ്? ഞാൻ 13 അധ്യായങ്ങൾ വായിക്കും. 13 അധ്യായങ്ങൾ വായിക്കുമ്പോൾ 13ാമത്തെ ദിവസം എനിക്ക് നീ വിസ തരണം. അവളുടെ അവസ്ഥ അതാണ്. എന്താ പ്രശ്നം വെച്ചാൽ പാർട്ടിയുടെ പേരൊക്കെ എല്ലാം കുഴപ്പത്തിൽ കിടക്കുകയാണ്. പാസ്പോർട്ട് കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. കാര്യം നമുക്കറിയാമല്ലോ, പാസ്പോർട്ടിന് ഒരു ഡോർമൻ ടൈം എടുക്കുമല്ലോ എപ്പോഴും. പക്ഷെ അത്രയും ടൈം ഇല്ല. വേറെ ആൾക്കാർ അതിൻ്റെ അകത്ത് കയറിപ്പോവും. സ്കൂളിൽ 2 വേക്കൻസിയാണ്, സ്വിപ്പേഴ്സ് വേക്കൻസിയാണ്. പക്ഷെ നല്ല കാശ് കിട്ടും. അപ്പോൾ ഇവിടെ ഈ കടയുടെ അകത്ത് കയറി നിന്ന് വേര് പിടിച്ച് ജീവിതം കളയേണ്ട കാര്യമില്ല. അപ്പോൾ പിടിവള്ളി കിട്ടിയിരിക്കുന്നതാണ്. ആ പിടിവള്ളിയെ കൂടി പതുക്കെ കയറുമ്പോൾ കർത്താവുമായിട്ട് ഉള്ളിൻ്റെ അകത്ത് ഉടമ്പടിയുടെ അകത്ത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. റോമ 10:8 ഒന്ന് പറഞ്ഞ. റോമ 10:8 പറഞ്ഞോളൂ. വചനം നിനക്ക് സമീപസ്ഥമാണ്. വചനം നിനക്ക് സമീപസ്ഥമാണ്. നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെ. ഇപ്പൊ ഒന്നിന് പറഞ്ഞേ, ഒന്ന് വചനം നിനക്ക് സമീപസ്ഥമാണ്. പറഞ്ഞേ, വചനം നിനക്ക് സമീപസ്ഥമാണ്. ദാറ്റ് മീൻസ് വചനം നിനക്ക് സമീപസ്ഥമാണെന്ന് പറയുമ്പോൾ ബൈബിൾ എഴുതിയിരിക്കുന്ന വചനമെന്നല്ല എൻ്റെ അർത്ഥം. വചനം ക്രിസ്തുവാണ്.
ക്രിസ്തു നിനക്ക് സമീപസ്ഥമാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ആരാധന. എന്നും ഹല്ലേലൂയ. കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവനേ, എന്നുമെന്നും കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവനേ, എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന, എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. എന്താണ് ക്രിസ്തു നിനക്ക് സമീപസ്ഥമാണ്? അപ്പോൾ ഇതൊരു സങ്കീർണമായ എപ്പോഴും വിഷയം ക്രിസ്തുവിനെ എങ്ങനെ സങ്കീർണമാക്കാവുന്നതാണ് പലപ്പോഴും പല ആശയവേദികളിലും പഠനങ്ങളും ഡിസ്കഷനും നടക്കുന്നത്. പിശാച് ഇത്രയും സുന്ദരമായ രീതിയിലാണ് ക്രിസ്തുവിനെ മനുഷ്യഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന്. വഴിയരികിൽ വിത്തുകളെ ചില വിത്തുകൾ വഴിയരികിൽ വീണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഇപ്പോൾ ലുക്കാൻ്റെ സുവിശേഷത്തിലെ മത്തായി സുവിശേഷം 13:9 തൊട്ടുള്ള വചനങ്ങൾ, ചില വിത്തുകൾ, അത് 1 തൊട്ടുള്ള വചനങ്ങളുണ്ട്. അതിൽ ചില വിത്തുകൾ വഴിയരികിൽ വീണു, പറവകൾ വന്ന് അതിനെ കൊത്തിക്കൊണ്ടുപോയി. ശ്രുതികട്ടെ ഹല്ലേലൂയ. മത്തായി 13:4. മത്തായി 13:4. അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അത് തിന്നു. പക്ഷെ അവന് പകരം ഇന്ന് വചനം വിതക്കണത് ആരാണ്? സഭയല്ലേ വിതക്കുന്നത്? അല്ലേ? സഭയല്ലേ വചനം വിതക്കണത്? അപ്പം സഭ വചനം വിതക്കുമ്പോൾ എന്തുകൊണ്ടാണ് കുറേ എണ്ണം വഴിയരികി വീഴണത്? അതിൻ്റെ കാരണം ഇവർ സങ്കീർണമാക്കണത് കൊണ്ടാണ്. ക്രിസ്തുവിനെ സങ്കീർണമാക്കി കളയും. ക്രിസ്തുവിനെ സങ്കീർണമായി കഴിയുമ്പോൾ ആർക്കും അതിൻ്റെ അകത്ത് കടക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അതിൽ കടന്നില്ല, കടക്കാൻ വന്നവരെ നിങ്ങൾ തടഞ്ഞു എന്നൊക്കെ പറയത്തില്ലേ? ഇത് എല്ലാ കാലങ്ങളിലും നടക്കുന്ന ഒരു സംഭവമാണ്. അതായത് എന്തുമാത്രം ഇതിനെ സങ്കീർണമാക്കാൻ പറ്റുമെന്നുള്ളത് സാത്താൻ ഗവേഷണം നടത്തുന്ന ഒരു ഏറ്റവും വലിയ വിഷയമാണ്. വചനത്തെ എന്തുമാത്രം സങ്കീർണമാക്കാം, സാധാരണ ജനങ്ങൾക്ക് ഇത് എങ്ങനെ അപ്രാപ്യമാക്കാം, എങ്ങനെ രക്ഷയെ അട്ടിമറിക്കാം. പക്ഷേ ഇത് സെൻറ്റ് പോൾ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ക്രിസ്തു വചനം നിങ്ങൾക്ക് സമീപസ്ഥമാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അന്ന് വിശ്വസിച്ചാൽ മാത്രം മതിയെന്ന്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. ജോസഫ് അച്ഛനെ ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നമ്മൾ നിയോഗിച്ചപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കാര്യം തക്ക സമയത്ത് നടന്നോളും. ഇവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടിയും മോശ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് കടത്തി കനാൻ ദേശത്തെത്തിച്ചതുപോലെയാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി മാതാവ് യേശു ജോസഫ് അച്ഛനെ തന്നിരിക്കുന്ന നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറ്റി ഈ ഉടമ്പടിയിൽ കർത്താവിനോട് പറ്റിച്ചേർന്ന് അമ്മയോട് പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് സ്വർഗരാജ്യത്തിലെത്തുന്ന ഒരു നിയോഗമാണ് ഉടമ്പടി. അതിലുറച്ച് നിൽക്കണം. വചനമാണ് ജീവനുള്ളതാണ്. ആ ജീവനുള്ള വചനം സംസാരിക്കും, വഴി നടത്തും, സ്വപ്നത്തിൽ കാണിക്കും. ഒരു ദിവസം ഞാൻ ഇങ്ങനെ വചനം വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ മറ്റുള്ളവർക്ക്, ഞാൻ കൂടുതലും അക്രൈസ്തവർക്കുള്ളവർക്ക് പത്രം കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും എല്ലാം എൻ്റെ വിശുദ്ധ വസ്തുക്കളെല്ലാം ഞാൻ എല്ലാവർക്കും മേടിച്ച് കൊടുക്കും. ജപമാല മേടിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കും, പേപ്പറിൽ എഴുതി കൊടുക്കും എന്നും പറഞ്ഞ്
അങ്ങനെ അവരെ വിളിച്ച് ചോദിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, പറയുന്നുണ്ടോ എന്നൊക്കെ. അങ്ങനെയൊക്കെ എല്ലാ ശുശ്രൂഷയും ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ വേല ജീവിതാന്ത്യം വരെയും ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആത്മീയമായി എൻ്റെ കർത്താവിന് കൂടെ പറ്റിച്ചേർന്ന് വളരാൻ എന്നെ ഈ ഉടമ്പടിയിലൂടെ എന്നെ സഹായിച്ചു. ഏത് കാര്യം ചോദിച്ചാലും അമ്മ മാതാവ് യേശുപ്പനെ നടത്തിത്തരും. ഏത് നടക്കാത്ത കാര്യമായിരുന്നാലും നമ്മൾ ആത്മാർത്ഥതയോടെ പറ്റിച്ചേർന്ന് കർത്താവിൻ്റെ കുരിശിൻ്റെ ചൂട്ടിലിരുന്നു കൊണ്ട് അപ്പാന്ന് വിളിച്ച് ചോദിച്ചാൽ നടത്തിത്തരും. ഞാൻ അങ്ങനെ നീറി കല്യാണത്തിൻ്റെ അവസരമായപ്പോൾ കുഞ്ഞിന് 5 പവൻ്റെ സ്വർണം കുറവായി വന്നു, പൈസ കുറവായി വന്നു. ഞാൻ എങ്ങും പോയില്ല. ചോദിച്ചവരെല്ലാം നിനക്ക് ജോലി ഉണ്ടായിട്ടും നിനക്ക് കാശില്ലേ എന്നൊക്കെ ചോദിച്ച് കളിയാക്കി. ഞാൻ അപ്പോൾ കുരിശിൻ്റെ ചൂട്ടിൽ നോക്കി. അന്ന് ഈ യേശുപ്പയുടെ ഈ കുരിശാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതായിട്ട് യേശുപ്പ ഞാൻ എൻ്റെ യേശുപ്പാന്ന് വിളിച്ചു. അപ്പോൾ കണ്ണ് തുറന്നു. രണ്ടാമത് എൻ്റെ അപ്പാന്ന് ഞാൻ വിളിച്ചു. പിന്നെ അങ്ങ് കണ്ണ് തുറന്നു, എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ ഒരു ദിവസം ഞാൻ എൻ്റെ ഈ കൃപാസന മാതാവിനെ കണ്ടു. ഞാനിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി അവരെ വിഷയം പറയുമ്പോൾ ഞാൻ എൻ്റെ വിഷയമാക്കി ഒന്നും പ്രാർത്ഥിക്കത്തില്ല. അതെല്ലാം തക്ക സമയത്ത് നടക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അന്ന് രാത്രിയിൽ എൻ്റെ കഴുത്തിൽ ഒരാൾ വന്നിങ്ങനെ ഞെക്കി. ഒരു കറുത്ത രൂപമുള്ള ഒരാൾ, മെലിഞ്ഞ ഒരാൾ. ഞാൻ എൻ്റെ കൃപാസന മാതാവേ എന്ന് വിളിച്ചു. അപ്പം എൻ്റെ ഈ കൃപാസന അമ്മ ഈ ഡ്രസ്സോടെ നടന്ന് എൻ്റെ അടുത്ത് വന്ന് ആ വ്യക്തിയുടെ കയ്യെ പിടിച്ച് മാറ്റി ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. അങ്ങനെ എൻ്റെ അമ്മയെ യേശുപ്പയും കാണാനും, എന്നിട്ട് ഞാൻ ചില സമയമൊക്കെ അങ്ങ് ആരടുത്തും പറയത്തില്ല, അമ്മയോട് യേശുപ്പയോട് സംസാരിക്കും, എല്ലാം സമർപ്പിക്കും. എപ്പോഴും ഞാൻ സ്കൂളിൽ പോകുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വചനവും പറയും, വിശ്വാസ പ്രമാണം പറയും. വിശ്വാസ പ്രമാണമാണ് എൻ്റെ ജീവൻ്റെ ആധാരം. ആ കാരുണ്യ പ്രവർത്തികൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർക്ക് പൊതിച്ചോറ് കൊണ്ടുകൊടുക്കും. ആശുപത്രിയിൽ പോയി അവരെ ശുശ്രൂഷിക്കും, നോക്കും. അവരെ ആവശ്യമുള്ള പൈസയായിട്ടും പൊതിച്ചോറായിട്ടും ഡ്രസ്സായിട്ടും ഒക്കെ കൊടുക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും എന്നോട് പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ബുക്കിലെടുത്ത് ഉടമ്പടി എടുത്ത നാൾ മുതൽ എല്ലാവരെയും പേരെഴുതി അവരെ വിഷയം എഴുതി പ്രാർത്ഥിക്കും. അങ്ങനെ എല്ലാ നന്മകളും ചെന്ന് എൻ്റെ യേശുപ്പയ്ക്ക് എൻ്റെ അമ്മ മാതാവിന് 1000 കോടി നന്ദി പറയുന്നു. ജീവൻ പോവുമ്പോൾ യേശുയുടെ സാക്ഷിയായി ഉടമ്പടിയിൽ ഉറച്ച് നിൽക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. സാക്ഷ്യത്തിൽ എൻ്റെ പേര് മിനി റോബർട്ട്. ഞാൻ ചേർത്തലയിൽ തുറവൂർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന 2018 ഉടമ്പടി എടുത്തതാണ്. 2018 ഉടമ്പടി എടുത്തതാണ്. അപ്പം ഞാൻ ഇവിടെ 6 കാര്യങ്ങൾ വെച്ചതിൽ 5 കാര്യങ്ങൾ മാതാവ് എനിക്ക് സാധിച്ചു തന്നത് ഞാൻ ഇവിടെ എഴുതി അച്ഛനെ കാണിച്ചപ്പോൾ അത് ബി ഗ്രേഡ് സാക്ഷ്യമായതുകൊണ്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് അച്ഛൻ പറഞ്ഞത്. അതിനുശേഷം 2023 എൻ്റെ മോൾക്ക് ഒരു +2 പരീക്ഷ തീർന്നതിൻ്റെ തലേദിവസം അവൾക്ക് പനി, തലവേദനയൊക്കെ വന്നു. അങ്ങനെ അടുത്ത ഹോസ്പിറ്റലൊക്കെ കാണിച്ചു, മരുന്ന് വാങ്ങി കഴിച്ചിട്ട് യാതൊരു കുറവില്ലായിരുന്നു. നല്ല തലവേദന, കണ്ണ് വേദന, കണ്ണിന് ഡബിൾ വിഷനായി. അങ്ങനെ കണ്ണിൻ്റെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് മോൾക്ക് ഹൈപ്പർ ടെൻഷനുണ്ട്, നല്ല കണ്ണിന് നീര് വെച്ചിട്ടുണ്ട് ഞരമ്പിന്. അപ്പോൾ ഇത്രയും വേഗം ഒരു ന്യൂറോനെ കാണിക്കണമെന്നാണ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലിസി ഹോസ്പിറ്റലിൽ കൊണ്ട് ന്യൂറോനെ കാണിച്ചു. അവിടെ അഡ്മിറ്റായി. ഡോക്ടർ MRI സ്കാൻ എടുത്തു. അപ്പം പിന്നെ ഫ്ലൂയിഡ് തലയിൽ കെട്ടി. അവൾക്ക് എക്സസ് ആയതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായതെന്ന് പറഞ്ഞു. അപ്പോൾ ന്യൂറോ സർജനെ ഒന്ന് കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ന്യൂറോ സർജൻ നോക്കി പറഞ്ഞത് മോൾക്ക് ഒരു സർജറി ചെയ്യണം, അല്ലെങ്കിൽ അവളുടെ കാഴ്ച ശക്തി നഷ്ടപ്പെടുമെന്നായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ള എനിക്ക് പേടിയില്ലായിരുന്നു. മാതാവ് അവളെ സഹായിക്കും. ഞാൻ ഉടമ്പടിക്ക് ആശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം ഉപയോഗിക്കുകയും ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ഹോസ്പിറ്റലിൽ വെച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ന്യൂറോ സർജിക്കൽ വാർഡിലേക്ക് മാറ്റി.
അപ്പോൾ സർജറി ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു, സർജറി അടുത്ത ആഴ്ചത്തേക്ക് ചെയ്യണമെങ്കിൽ ശനിയാഴ്ച തന്നെ ഇൻഫോം ചെയ്യണം, എന്നാൽ നേരത്തെ ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ മോൻ ചെന്ന് അവിടെ ഓഫീസിൽ തന്നെ ഇൻഫോം ചെയ്തിരുന്നു. പക്ഷേ ശനിയാഴ്ച അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ റൂമിലേക്ക് ഒരു സിസ്റ്റർ കയറി വന്നു. അപ്പോൾ സിസ്റ്റർ ഞങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ, സിസ്റ്റർ ഞങ്ങളുടെ റൂമിൻ്റെ വാതിക്കൽ കൂടി പാസ് ചെയ്ത് പോയതാണ്. പക്ഷേ സിസ്റ്റർ പെട്ടെന്ന് ഞങ്ങൾ തിരിച്ചു വന്നു. അത് സിയാമേരി എന്നാണ് മകളുടെ പേര്. അപ്പോൾ അത് മാതാവിൻ്റെ കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞ് സിസ്റ്റർ ഞങ്ങളുടെ റൂമിലേക്ക് കയറി വന്നു. ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു, ഞങ്ങളോട് ഒത്തിരി കാര്യങ്ങളൊക്കെ സിസ്റ്റർ പങ്കുവെച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, പോകാൻ നേരത്തെ മോളോട് പറഞ്ഞു, മോൾക്ക് കുമ്പസാരിക്കണോ എന്ന് ചോദിച്ചു. കാരണം ഈസ്റ്റർ ടൈം ആയതുകൊണ്ട് മോൾക്ക് പള്ളിയിൽ പോകാനോ കുമ്പസാരിക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല. അപ്പോൾ മോൾക്ക് അങ്ങനെ 3 മണിയാകുമ്പോൾ അച്ഛനെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 മണിയായപ്പോൾ അച്ഛൻ വന്ന് കുമ്പസാരിച്ചു, ഞായറാഴ്ച കുർബാനയൊക്കെ സ്വീകരിച്ചു. അപ്പോൾ സിസ്റ്റർ പോകുന്ന നേരത്ത് മോളോട് പറഞ്ഞു, മോൾ നീ അത്ഭുതങ്ങൾ കാണാൻ പോണേ ഉള്ളൂ എന്ന്. അപ്പോൾ തിങ്കളാഴ്ച ഡോക്ടർ വന്ന് നിങ്ങൾ ഈ സർജറിയുടെ കാര്യം ഇൻഫോം ചെയ്തിട്ടില്ലേ, പിന്നെ എന്ത് തീരുമാനിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എന്തായാലും ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇന്ന് ഞാൻ ഡിസ്ചാർജ് ചെയ്യാം, നിങ്ങൾ വീട്ടിൽ ചെന്ന് തീരുമാനിച്ചിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ അപ്പോഴും പറയുന്നുണ്ട്, ഞങ്ങളുടെ സമ്മറിയിൽ ഞങ്ങളുടെ റിസ്കിൽ പോകുന്നതായിട്ടാണ് ഡോക്ടർ എഴുതിയതും. അപ്പോഴും ഡോക്ടർ പറയുന്നുണ്ട് കാഴ്ചശക്തി പോകാം, എന്തെങ്കിലും അസ്വസ്ഥത തോന്നി അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വന്നേക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ പോന്നു. വീട്ടിലെത്തി. മോൾക്ക് ഡബിൾ വിഷം മാറിയിട്ടില്ല അപ്പോഴും. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം വന്നേ കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കി. പിറ്റേ ദിവസമായിരിക്കും മോളുടെ ഡബിൾ വിഷം മാറി. അപ്പം ഞങ്ങൾ ഇനി വേറൊരു ഡോക്ടറെ കൂടി കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടറെ കണ്ടാൽ മതി, സർജറിക്ക് പോയാൽ മതി എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വേറൊരു മെഡിക്കൽ ട്രസ്റ്റിൽ ചെന്ന് ന്യൂറോനെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പോൾ മോക്കൊരു കുഴപ്പവുമില്ല, അവൾക്കൊരു സർജറിയുടെ ആവശ്യമേ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ കഴിക്കണ മരുന്ന് തന്നെ 2 ആഴ്ച കൂടി കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ മരുന്ന് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവൾ ഒന്നുകൂടി ആ മാപ്പിലോടുമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, അതുണ്ടെങ്കിൽ ഓപ്പറേഷൻ സർജറി മതിയെന്ന്. അത് ചെയ്തപ്പോൾ അവൾക്ക് യാതൊരു കുഴപ്പവുമില്ല. 1 ആഴ്ച കൂടി മരുന്ന് കഴിച്ചിട്ട് നിർത്തിക്കോളാൻ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അത് അവൾക്ക് ഇതുവരെ യാതൊരു കുഴപ്പവുമില്ല, അവൾ പൂർണ്ണ സുഖം പ്രാപിച്ചു. അതിന് ഒത്തിരി നന്ദി പറയുന്നു. അതുകൂടാതെ എൻ്റെ മോന് ഒരു അപ്രതീക്ഷിതമായിട്ട് മോൻ ആഗ്രഹിച്ചിരുന്നതല്ല വിദേശത്തേക്ക് പോകണമെന്ന്. സൗദി അറേബ്യയിലെ ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ സഹോദരൻ പെട്ടെന്ന് വിളിച്ച് പറയുകയാണ് മോൻ്റെ ബയോഡേറ്റൊക്കെ അയച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ബയോഡേറ്റൊക്കെ അയച്ചു കൊടുത്തു. അവന് വിസ വന്നു. പക്ഷേ അവൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എംബസിയിൽ സ്റ്റാമ്പ് ചെയ്ത് കിട്ടണമെങ്കിൽ അത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഞങ്ങൾ മാതാവിന് ഉടമ്പടിയിൽ ഞാനതും സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. തടസ്സങ്ങളൊന്നും ഇല്ലാതെ മാതാവ് അവന് കയറിപ്പോകാൻ സഹായിച്ചു. അതുകൂടാതെ ഹസ്ബൻഡിന് കൊറോണ സമയത്ത് ഒരു സ്ട്രോക്ക് വന്ന് ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. ചിലപ്പോൾ തളർന്നു പോകാൻ സാധ്യതയുണ്ടോ എന്ന് ഡോക്ടർ പറഞ്ഞതാണ്. പക്ഷേ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ പ്രത്യക്ഷൻ്റെ പ്രാർത്ഥന നിയോഗം വെച്ച് 11 പ്രാവശ്യം നിയോഗം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഹസ്ബൻഡ് പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടി. പിന്നെ മാത്രമല്ല ഹസ്ബൻഡിന് അസുഖം മാറിക്കഴിഞ്ഞപ്പോഴേക്കും ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളിവിടെ അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞതാണ്, ഞാൻ നിങ്ങളെ മാതാവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ്, മാതാവ് നോക്കിക്കോളുമെന്ന്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ ഹസ്ബൻഡ് ഒരു സീ ഫുഡ് കമ്പനിയിൽ സൂപ്പർവൈസറായിരുന്നു. കുറച്ച് നാളുകൾ ശേഷം ഒരു ആന്ധ്രയിൽ നിന്നൊരു വ്യക്തി ഞങ്ങളെ ഹസ്ബൻഡിനെ വിളിക്കുകയാണ്. അപ്പോൾ കമ്പനികളിലൊക്കെ ധാരാളം ബന്ധമുള്ള ആളായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ സാറിന് ചരക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുമോ, കമ്പനികളൊക്കെ പിടിച്ചു തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളിയുടെ ഏജൻ്റായി ഇപ്പോൾ വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങളൊക്കെ മാതാവ് മാറ്റിത്തന്നു. അതിനും ഈശോയ്ക്കും ഒത്തിരി 1000 നന്ദി പറയുന്നു. അങ്ങനെ മറ്റൊത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിനെല്ലാം ഈശോയ്ക്ക് ഒത്തിരി അനുഗ്രഹം നന്ദി പറയുന്നു. പിന്നെ ആത്മീയമായ ഒത്തിരി ഞാൻ പ്രേക്ഷിത പ്രവർത്തന പത്രം
എനിക്ക് മടി, ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഒരു മടി തോന്നുമായിരുന്നു. പിന്നെ അത് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് മടി കൂടാതെ പത്രമൊക്കെ കൊടുക്കാൻ, അതിന് ഹോസ്പിറ്റലുകളിലൊക്കെ രോഗികൾക്കൊക്കെ എനിക്ക് പത്രം കൊടുക്കാനായിട്ട് സാധിച്ചു. മാതാവ് അങ്ങനെയുള്ള കൃപ. എനിക്ക് ഒരു അരമണിക്കൂർ ബൈബിൾ വായിക്കുന്ന 1 മണിക്കൂർ ബൈബിൾ വായിക്കാനുള്ള കൃപ തന്ന മാതാവ് എനിക്ക്. ഞാനും ഈ പിന്നെയും വായിക്കണമെന്നുള്ള എനിക്ക് തോന്നാറില്ല. പിന്നെ പള്ളിയിൽ പോകാൻ എനിക്ക് മുടങ്ങാതെ ഒരു നിയോഗം പോലെ എല്ലാ ദിവസവും എനിക്ക് പള്ളിയിൽ പോകാൻ എനിക്ക് കൃപ ലഭിച്ചു. അതിനും അമ്മയ്ക്ക് ഒത്തിരി നന്ദി. പിന്നെ മറ്റുള്ളവരെ, പാവപ്പെട്ടവരേക്ക് സഹായിക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് ഞാൻ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. പുണ്യപാവനമായ ഈ അൾത്താരയിൽ അമ്മയുടെയും ഈശോയുടെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരിയേറെ നന്ദികൾ അർപ്പിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് 2017 ഇവിടെ അഖണ്ഡ ജപമാല കൂടുവാനായിട്ടാണ് ആദ്യമായിട്ട് വന്നത്. എൻ്റെ പേര് മരിയ സിന്ധു. ഞാൻ അരൂർ സെൻറ്റ് അഗസ്റ്റിൻ ചർച്ച് ഇടവകയിൽ നിന്നും വരുന്നു. ആദ്യമായി ഞാൻ കൃപാസനത്തിൽ വന്നത് 2017 അഖണ്ഡ ജപമാല കൂടുവാനായിരുന്നു. ഞാൻ വന്ന സമയത്ത് ഞാൻ 2 നിയോഗങ്ങൾ വെച്ചു അമ്മയെടുത്ത്. ഒന്ന്, എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി അമ്മയെടുത്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ അരൂരിൽ നിന്ന് എടക്കൊച്ചിയിൽ പോലും പോകാത്ത ഒരാളാണ്. എൻ്റെ അവസ്ഥകൾ കൊണ്ട് ഞാൻ ഇന്ന് പുറത്തേക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ വിസ അടിച്ച് തരാവുള്ളൂ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ നിയോഗമായിട്ട് എനിക്ക് ചെറിയൊരു ഭവനമായിരുന്നു, അത് പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു. വലിയൊരു വീടിന് വേണ്ടിയാണ് തറ കെട്ടിയത്. അങ്ങനെ കഴിഞ്ഞ് പിന്നെ പൈസ ഒന്നും ഇല്ലാണ്ട് തറ മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, മാതാവേ, എനിക്ക് എൻ്റെ ഭവനത്തിൻ്റെ പണിയും തീർത്ത് തരണം. ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, അമ്മയുടെ സാക്ഷിയായി ജീവിച്ചോളാം എന്ന്. ഞാൻ ജപമാല കഴിഞ്ഞ് 5-ാമത്തെ ദിവസം തന്നെ ഞാൻ പോലും അറിയാത്തൊരു വ്യക്തി മൂലം എനിക്ക് വിസ റെഡിയാകുകയും ദുബായിൽ ഞാൻ ജോലിക്കായി പോവുകയും ചെയ്തു. അവിടെ ചെന്ന് 17 ദിവസമായിട്ടും എനിക്ക് ജോലി റെഡിയായില്ല.